ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയാണ്. പക്ഷേ ഈ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത് ഒട്ടും വഴുവഴുപ്പില്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഈ വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം പേർക്കെങ്കിലും ഇത് ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു ഡിഷാണ് കേട്ടോ. ഇത് ഒട്ടും തന്നെ വഴുവഴുപ്പില്ലാതെ നമുക്ക് നല്ല വേവിച്ച് തന്നെ നന്നായിട്ട് എടുക്കാം. ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചധികം വെണ്ടയ്ക്ക എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെണ്ടയ്ക്ക എടുക്കണം. നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഈ അരിഞ്ഞെടുക്കുന്നതിലും ഉണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ നല്ല നൈസ് തിന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ അരിയുമ്പോഴേക്കും കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അരിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഇച്ചിരി കട്ടിക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം കുറേ തിന്നായി പോയാലും അത് നമുക്ക് നല്ലതായിട്ട് കിട്ടൂല. അപ്പം അതനുസരിച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം എഴുതി വെക്കണം. കാരണം ഇത് ഒരുപാട് മരുന്നൊക്കെ അടിച്ച് വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ വെണ്ടയ്ക്കൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അരിഞ്ഞെടുത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റായിട്ടും നല്ല പെർഫെക്റ്റായിട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അതിനൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും പച്ചമുളകും ഇല്ലേ, അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഒരുവിധം ചെറുതായിട്ടൊക്കെയാണ് ഞാൻ ഈ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. നീളത്തിനല്ല അരിഞ്ഞെടുത്തിരിക്കണം കേട്ടോ. അപ്പം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് വഴറ്റിയെടുക്കണേ. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യത്തിന് അനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് അരിഞ്ഞെടുത്തപ്പോൾ തന്നെ നന്നായിട്ടൊരു വഴുവഴുപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ഒട്ടും തന്നെ അതിൽ വഴുവഴുപ്പ് കാണുകയില്ല. പക്ഷെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതുപോലെ തന്നെ ഈ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ വളരെ കുത്തി ഇളക്കി കളയരുത്. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇളക്കുന്നതിലും നല്ലതായിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതൊന്നും മുറിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമാണ് നല്ലതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതങ്ങ് മൂടി വയ്ക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തല്ലോ. ഇനി നമുക്കതങ്ങ് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ ഒന്ന് ആവിയൊക്കെ കൊണ്ട് നന്നായിട്ടൊന്ന് ഒരുവിധം അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും നല്ല വഴുവഴുപ്പ് കാണും. അപ്പം വീണ്ടും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കായി തന്നെ നല്ല വഴുവഴുപ്പാണ്. പക്ഷെ നമ്മളത് തയ്യാറാക്കി അതെല്ലാം കളഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതുകൂടെ നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താലും ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വീണ്ടും ഇതങ്ങനെ തന്നെ ഇരുന്ന് വേവട്ടെ. വീണ്ടും ഞാനത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഒരുവിധം അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കൂടെ അതൊന്ന് വേവാനുണ്ട്. ആ പച്ച അത് മാറുകയില്ല, പക്ഷേ വെന്തും കിട്ടും. ഇങ്ങനെ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ തന്നെ കിട്ടുമേ. അപ്പോൾ വീണ്ടും നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ആ പച്ച കളർ അത് മാറിയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വഴുവഴുപ്പ് ഒട്ടും തന്നെ ഇല്ല കണ്ടോ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ചോറിനൊപ്പമൊക്കെ കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത്. അപ്പോൾ അതങ്ങ് മുറിഞ്ഞു പോകും. അപ്പോൾ അതും അനുസരിച്ച് വേണം നമ്മളിതൊക്കെ തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ തരത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ അത് വഴുവഴുപ്പേ ഇല്ല. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഞാൻ
വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുകയും വേണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? കണ്ടോ, ഇതിലൊട്ടും തന്നെ അത് വഴുവഴുപ്പേ ഇല്ല. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കോ നിങ്ങളുടെ ചോറിനൊപ്പമൊക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു ഡിഷാണ്. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.